ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്. അങ്ങനെ നമ്മുടെ സുനന്ദയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. സുനന്ദയുടെ ഭർത്താവുമായിട്ട് നേരെ വീട്ടിലോട്ടൊക്കെ വരികയാണ്. ആ സമയത്ത് സുഭാഷ് പുറത്തു നിന്ന് കാണുന്നുണ്ട്. സുനന്ദയും ഭർത്താവും കൂടി വീട്ടിലോട്ട് വരുന്നേക്കുക. സുനന്ദ സുഭാഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കാണുന്ന ധനഞ്ജയന് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ധനഞ്ജയൻ ഒരു ഭാവവ്യത്യാസവും ഇല്ല, വളരെ ഗെറ്റപ്പിലൊക്കെ തന്നെ നിൽക്കുകയാണ്. തലേ ദിവസം വീട്ടിൽ വന്ന് സുഭാഷിനെ കാല് പിടിച്ചാണ് സുനന്ദയെ കൂട്ടിക്കൊണ്ട് പോയത്. അതിൻ്റെ ഒന്നും ഒരു പരിചയം പോലും സുഭാഷിനോട് കാണിക്കുന്നില്ല. ഒരു പരിചയമില്ലാത്ത മട്ടിലേക്കാണ് നിൽക്കുന്നത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ നിൽക്കുകയാണ്. അവൾമാരാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് എന്ന് പറയുന്നത്. അതിനുശേഷം നിധിയെയും കൂട്ടിക്കൊണ്ട് സുധീഷ് ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡായിട്ട് പോവുകയാണ്. അങ്ങനെ നിധിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സുധീഷ് നിൽക്കുകയാണ്. സുധീഷ് കാലിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിധി ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് സാരിയൊക്കെ എടുത്ത് നല്ല ഗെറ്റപ്പിലാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ സുധീഷ് ഇങ്ങനെ നിധിയെ തന്നെ ഇങ്ങനെ നോക്കും. എന്നുവെച്ചാൽ നല്ല ഭംഗിയാണ് നിധിക്ക് സാരിയൊക്കെ എടുത്ത് ഇറങ്ങി വരുന്നത് കാണാൻ. അപ്പോഴത്തേക്ക് ഇവൾക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ സാരി ഉടുക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് നിധി നോക്കുന്നത് കാണുന്ന ഹരീഷ് എന്താ സുധീഷ് ഏട്ടാ ഇത് ഇങ്ങനെ വായം തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു നോക്കും. എന്താണോ നോക്കിയ എൻ്റെ ഭാര്യയില്ലേ ഞാൻ നോക്കുന്നതെന്ന് പറയും. ഓ പിന്നെ എന്നാൽ ഇങ്ങനെയാണോ ഒരാൾ നോക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെ നിധി അങ്ങോട്ട് ഇറങ്ങി വരും. അപ്പം പോകാൻ സുധീഷ് എന്ന് നോക്കും. ശരി എന്ന് പറഞ്ഞ് അവർ പോകാൻ ഇറങ്ങും. അപ്പോഴത്തേക്ക് നികേഷും ഹരീഷും കൂടി പറയും ഏട്ടത്തി ഓൺ ദി ബസ് എന്നൊക്കെ പറഞ്ഞ് വിഷയമൊക്കെ ചെയ്യും. ശരിയടാ പോയിട്ടിരാന്ന് പറയും. അപ്പോഴത്തേക്ക് സുഭാഷും അവിടെ നിൽക്കുകയാണ്. സുഭാഷ് പറയും ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ റെഡിയായ മോളെ. റെഡിയായി സുഭാഷ് ഏട്ടാ. ശരി ഞാനും കൂടി വരുന്നതെന്ന് പറയും. സുഭാഷ് ഏട്ടൻ ഞാൻ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ സുധീഷ് പറയും അതെന്തിനാ, ഞാൻ നിധിയെ കൊണ്ടുപോയിക്കോളാം, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അതല്ല, ഇപ്പോൾ നിധിയുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നിധിയുടെ അച്ഛൻ നിധിയുടെ കൂടെ പോത്തില്ലായിരുന്നോ? എനിക്കൊരു സമാധാനമില്ല, ഞാനും കൂടി വരാം എന്ന് പറയും. സുധീഷ് അങ്ങ് പെട്ടുപോകും. സാധാരണ സുധീഷ് കരുതിയത് നിധിയായിട്ട് കുറച്ച് സമയം യാത്ര ചെയ്യാം, നിധിയോട് കൂടുതൽ സമയം സംസാരിച്ച് നിധിയിലൊരു മാറ്റം ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയാണ് നിധിയിലൂടെ യാത്ര ചെയ്യാൻ സുധീഷിന് കൂടുതലും ഇഷ്ടം. സുധീഷ് ഈ സുഭാഷ് ചേട്ടൻ വരുമ്പോൾ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ സുഭാഷും അങ്ങ് വരാമെന്നൊക്കെ പറഞ്ഞ് റെഡിയാവും. അങ്ങനെ ഡോറ് തുറക്കും. അങ്ങനെ നിധിക്ക് കയറാനായിട്ട് ബാക്ക് ഡോറ് തുറന്നു കൊടുക്കും. ഫ്രണ്ടിൽ സുഭാഷ് കയറും. അപ്പോഴത്തേക്ക് സുധീഷ് ചോദിക്കും എന്താ സുഭാഷ് ചേട്ടാ, അതെന്താ ഞാനാ നിധിയുടെ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നതെന്ന് പറയും. നിധിക്ക് സന്തോഷമാവും. അങ്ങനെ അവർ 3 പേരും കൂടി കയറും. സുഭാഷ് ഫ്രണ്ടിൽ കയറുമ്പോഴത്തേക്ക് ഹരീഷും നികേഷും കിടന്ന് ചിരിക്കുകയാണ്. കാരണം നിധിയെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് പോകാമെന്നാണ് സുധീഷ് കരുതിയത്. ആ പ്ലാനങ്ങ് വർക്കൗട്ട് ആയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചമ്മലും ഉണ്ട് സുധീഷിന്. അങ്ങനെ അവർ 3 പേരും കൂടി പോവുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നതിന് ശേഷം പറയും എങ്കിൽ ശരി ഞാൻ പോട്ടെ മോളെ. അപ്പോൾ സുഭാഷിന് ആ സ്ഥലത്ത് അവിടെ എവിടെയാണ് പണി നടക്കുന്നത്. അങ്ങനെ സുഭാഷ് പറയും കുറച്ചേരം ഞാൻ നിൽക്കാം, അതിനുശേഷം നിങ്ങൾ രണ്ടുകൂടെ തിരിച്ചു വന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ സുഭാഷ് പറയും സുഭാഷ് ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും നിധിയെ ഒരു വിധത്തിൽ ഞാൻ നിധിയെ ഒപ്പിട്ട് നിർത്തുമോ? സുഭാഷ് ചേട്ടൻ കയറി അത് നശിപ്പിക്കരുത്. എന്തുവാടാ സുഭാഷ് ചേട്ടൻ ഇപ്പം തന്നെ നിധി സ്വന്തം ആങ്ങളെ കണക്കാണ് കരുതുന്നത്. അതെ, ഇനി ഇങ്ങനെ കൂടുതൽ സ്നേഹം അടുപ്പം കാണിച്ചാൽ അവൾ മിക്കവാറും എന്നെ ആ സ്ഥാനത്ത് തന്നെ കാണും. അതൊന്നും നീ പേടിക്കണ്ട, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ നിധിക്ക് നിന്നോട് ഇഷ്ടം തോന്നും. നീ നല്ല രീതിയിൽ അവളോട് പെരുമാറിയാൽ മതി. പിന്നെ അവൾക്ക് വേണ്ടി നീ ഇപ്പം ഇൻ്റർവ്യൂവിനെല്ലാം ശരിയാക്കി കൊടുക്കുകയും സർട്ടിഫിക്കറ്റൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ? എന്ത് ബുദ്ധിമുട്ടിയായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. നീ യൂണിവേഴ്സിറ്റിയിൽ പോയി എല്ലാം ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്നേഹം അവൾക്ക് കാണും. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി സമാധാനമായിട്ട് വന്നാൽ മതി, ഞാനങ്ങ് പോകുമെന്ന് പറയും. അങ്ങനെ സുഭാഷ് അങ്ങ് പോകും. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിധി വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സുധീഷ് ചോദിക്കും എന്താ നിധി ഇൻ്റർവ്യൂ എല്ലാം ഓക്കെ ആയോ? ഒരു 95% ഓക്കെയാണ്. പിന്നെ നാളെ അവരുടെ HR വരുത്തേ ഉള്ളൂ. അതിനുശേഷം ഫൈനൽ ഡിസിഷൻ പറയാമെന്ന് പറയും. അപ്പോൾ ഉറപ്പാണ്. പിന്നെ അപ്പോൾ ട്രീറ്റൊക്കെ ഉണ്ട്, പിന്നെ എന്താ ട്രീറ്റൊക്കെ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവർ സന്തോഷമായിട്ട് വീട്ടിലോട്ട് വരും. പിന്നെ കാണിക്കുന്നത് സുനന്ദയുടെ വീടാണ്. സുനന്ദയുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് സുനന്ദയുടെ ഭർത്താവിൻ്റെ പേരാണ് അശ്വിൻ. അങ്ങനെ അവരെല്ലാവരും കൂടി വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് സുനന്ദ ലളിതയോട് പറയും എനിക്ക് സുഭാഷ് ചേട്ടനെ ഒന്ന് കാണാൻ പോകണമെന്ന്. എവിടെ പോകണമെന്ന്? സുഭാഷ് ചേട്ടനെ കാണാൻ. നിനക്ക് എന്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇനി അശ്വിനെ കൂടി അറിയിപ്പിക്കണോ നിനക്ക് അവനോട്ടുണ്ടായിരുന്ന ബന്ധം എന്തുവാന്ന് പറയാം. എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലൊന്ന് പോകണം, സുഭാഷ് ചേട്ടനെ കണ്ട് യാത്ര പറയണമെന്ന് പറയും. നടക്കത്തില്ല സുനന്ദേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയും. ഉടനെ ആ കാര്യം അശ്വിനോട് പറയും, സുഭാഷിനെ കാണാൻ പോകുന്ന കാര്യം. അപ്പോഴേ അശ്വിൻ പറയും പോയിട്ട് വരട്ടെ അമ്മേ, ഇത്രയും നാൾ ഇവിടെ താമസിച്ചില്ലേ, പരിചയമുള്ള കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ യാത്ര പറയണമെന്നൊരു ആഗ്രഹം സുനന്ദയ്ക്ക് കാണുമല്ലോ. ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ വരുന്നത്? എല്ലാവരെയും പോയി കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറയും. അല്ല മോനെ, അതിനു വേണ്ടി പരിചയക്കാരൊന്നും ഇവർക്കിവിടെ ഇല്ല എന്ന് പറയും. എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടെന്ന് പറയും.
ശരിയെ പോയിട്ട് വരട്ടെ, ദൂരെയൊന്നും അല്ലല്ലോ, കുറച്ച് അപ്പുറത്ത് പോയാൽ മതിയല്ലോ എന്ന് പറയും. ഞാൻ വരണോ സുനന്ദ? ഏയ് വേണ്ട, ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറയും. അങ്ങനെ സുനന്ദ നേരെ സുഭാഷിൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ വരുന്നതേ ഉള്ളൂ. അപ്പം ഹരീഷ് വർക്ക്ഷോപ്പിൽ പോയി, നികേഷ് കോളേജിന് പോയി കാണും. അപ്പോൾ സുഭാഷ് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വരുന്ന സമയത്ത് സുനന്ദ അങ്ങോട്ട് വരും. സുഭാഷ് ഏട്ടാ എന്നുള്ള വിളി കേൾക്കും. പക്ഷേ സുഭാഷ് ആദ്യം കരുതുന്നത് ഇനി എനിക്ക് തോന്നലാവും, കാരണം എപ്പോഴും സുനന്ദയുടെ ഓർമ്മയാണല്ലോ. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ സുനന്ദ കയറി വരികയാണ് വിവാഹ വേഷമൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ ചോദിക്കും, നീ എന്താ സുനന്ദേ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കും. അപ്പോഴേ സുനന്ദ പറയും, സുഭാഷ് ഏട്ടാ ഞാൻ നാളെ ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് സുഭാഷ് ഏട്ടനെ കണ്ട് യാത്ര പറയണമെന്ന് പറയും. നീ നന്നായി ജീവിക്കണം, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ, കഴിഞ്ഞതൊന്നും ഇനി ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്, നീ സന്തോഷമായിട്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കണം എന്നൊക്കെ പറയും. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ നീ മറക്കണം എന്നൊക്കെ പറഞ്ഞ് സുനന്ദ ഒരുപാട് ആശ്വസിപ്പിക്കുകയും ധൈര്യം കൊടുക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം പറയും, സുഭാഷ് ഏട്ടാ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനത് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. എന്താ സുനന്ദേ? ഞാൻ അശ്വിനെയും കൂട്ടി വൈകിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും. അത് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഞാൻ അശ്വിനെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ അനുവാദം ചോദിച്ചതിന് ശേഷം അശ്വിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതിയത്. അപ്പോൾ സുഭാഷിനൊന്നും പറയണമെന്നില്ല, അത് ഒരിക്കലും എന്നോട് ദേഷ്യം തോന്നില്ല സുഭാഷ് ഏട്ടാ, ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കും. ശരി, നീ കൂട്ടിക്കൊണ്ട് വാ, വൈകുന്നേരം നിങ്ങൾ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്കൊരു വിരുന്ന് തരാമെന്ന് പറയും. അങ്ങനെ സുനന്ദ അങ്ങോട്ട് ഇറങ്ങും. അത് നികേഷ് കാണും. നികേഷ് ചോദിക്കും, ഇതെന്താ സുനന്ദേച്ചി ഈ വേഷത്തിൽ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും. ഉടനെ സുധീഷിനെ ഫോൺ ചെയ്ത് പറയും, എന്താടാ? അത് സുധീഷ് ഏട്ടാ, ഇവിടെ സുനന്ദ വന്നിട്ടുണ്ടെന്ന് പറയും. സുനന്ദയോ? അതെ, സുഭാഷ് ഏട്ടനുമായിട്ട് നിന്ന് സംസാരിക്കുകയെന്ന് പറയും. ശരി, ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന് പറയും. അങ്ങനെ നിധിയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് അവിടെ ചെല്ലും. അപ്പോൾ ചോദിക്കും, അപ്പോഴത്തേക്ക് ഹരീഷ് അവിടെ വരും. ഹരീഷിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിക്കും, എന്താ സുഭാഷ് ഏട്ടാ, സുനന്ദ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് നോക്കും. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? അത് നികേഷ് എന്നെ വിളിച്ച് പറഞ്ഞു. നീ എപ്പോഴാണ് വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ സുധീഷ് ഏട്ടനെ വിളിച്ച് പറഞ്ഞെന്ന് പറയും. അതോ, അവൾ വെറുതെ യാത്ര പറയാൻ വേണ്ടി വന്നതാണ്, പിന്നെ വൈകുന്നേരം അവളെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാനോ എന്ന് സുധീഷ് ചോദിക്കും. ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അവളുടെ ഭർത്താവ് അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം വൈകിട്ട് അവരെന്തായാലും ഇവിടെ വന്ന് വരട്ടെ, നമുക്കൊരു വിരുന്നും കൊടുക്കാം എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും, സുഭാഷ് ഏട്ടന് ഒരു ബോധവും ഇല്ലേ ഇനി ഓരോ പ്രശ്നം ഉണ്ടാകാനായിട്ട്? വേണ്ട, വിരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. എടാ, എന്തായാലും അവൾ വന്ന് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നത് വരണ്ടെന്ന്, അവർ വന്നിട്ട് പോട്ടെ. അങ്ങനെ സുഭാഷ് പറയും, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറയും. അങ്ങനെ സുഭാഷ് പോയി വിരുന്നിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം പെട്ടെന്നുള്ള ഒരു സദ്യവട്ടത്തിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും വൈകുന്നേരം തന്നെ അങ്ങ് ശരിയാക്കും. അപ്പോൾ അവരുടെ കൂടെ നിധിയും ജോയിൻ ചെയ്യും. നിധിയത്തെ കാര്യം പറയുമ്പോൾ നിധി പറയും, അവൾ വരുന്നതിൽ ഇനി ഒന്നും പറയണ്ട. അങ്ങനെ നിധിയും കൂടി സുധീഷിൻ്റെ കൂടെ നിന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ടുള്ള സഹായിച്ചു കൊടുക്കും. ആ സമയത്ത് വീട്ടിൽ വന്ന് സുനന്ദ പറയുന്നുണ്ട്, വൈകുന്നേരം ഞങ്ങൾ സുഭാഷ് ഏട്ടൻ്റെ വീട്ടിലോട്ട് വിരുന്നിന് പോകുന്നു. പക്ഷേ അതൊരിക്കലും ലളിതയും തരച്ചേരും സമ്മതിക്കത്തില്ല. അവശേഷിക്കും നീ എന്ത് പറഞ്ഞാലും ശരി, അങ്ങോട്ട് വിരുന്നിന് പോകാൻ സമ്മതിക്കത്തില്ല. ഇനി സത്യങ്ങളല്ല അവൻ്റെ വായിൽ നിന്ന് തന്നെ നിനക്ക് അശ്വിനെ അറിയിപ്പിക്കണോ, ഇത്രയൊക്കെ സംഭവിച്ചത് നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ പറയും. രണ്ടുപേരും ഗംഗാധരൻ ശക്തമായിട്ട് എടുക്കും. അപ്പോഴും സുനന്ദ പറയും, ഇതുവരെ നിങ്ങൾ തീരുമാനിച്ച കണക്കാണ് ഞാൻ ഓരോന്നും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചലിപ്പിക്കുന്നതനുസരിച്ച് ചലിക്കുന്നൊരു പാവം മാത്രമായിരുന്നു ഞാൻ. ഇനി ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞ മാത്രം കേട്ടാൽ മതി. അശ്വിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുന്ന കാര്യം. അശ്വിനോട് സമ്മതിക്കുകയും ചെയ്തു, ഞങ്ങൾ പോകുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അശ്വിൻ അങ്ങോട്ട് വരും. എന്ത് പറ്റി? ഒന്നുമില്ല, അല്ല ഇപ്പോൾ വിരുന്നിനൊന്നും പോകണ്ട മോനെ എന്നൊക്കെ പറയും. അതിനെന്താ ബന്ധുക്കളല്ലേ എന്ന് ചോദിക്കും. സ്വന്തം മാമനെയൊക്കെ കാണുമെന്നുള്ള ആഗ്രഹം സുനിതയ്ക്കും കാണത്തില്ലേ? സാരമില്ല, നമുക്കെല്ലാവർക്കും പോയിട്ട് വരാം. ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ ഗംഗാധരൻ പറയും, ഞങ്ങൾ തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയില്ല, ബന്ധുക്കളല്ലേ നിങ്ങളെല്ലാവരും. പക്ഷേ കുറച്ച് പൈസയുടെയൊക്കെ പേരിലും ഭൂമിയുടെ പേരിലൊക്കെ തമ്മിൽ ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ട്. എങ്കിൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാം, ഞങ്ങളെ പ്രതീക്ഷയോടെ ഇരിക്കുന്നില്ല, അവിടെ വിരുന്നിനൊക്കെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും ഞങ്ങൾ പോയി മുഖം കാണിച്ചിട്ട് വരാമെന്ന് പറയും. ഒരു സുനന്ദ എന്ന് പറഞ്ഞാൽ സുനന്ദ അശ്വിനോട് നേരെ കിളിക്കൂട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. ഭാസ്കരൻ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു സദ്യവട്ടത്തിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. ഇതെന്താ ഇന്നിവിടെ ആരുടെയെങ്കിലും വല്ല കല്യാണമോ ബർത്ത്ഡേ വല്ലതും ഉണ്ടോ ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഉടനെ സുഭാഷ് പറയും, ഇന്നിവിടെ വിരുന്നുണ്ടെന്ന് പറയും. ആര്? സുനന്ദയും ഭർത്താവ്. സുനന്ദയും ഭർത്താവ് ഇങ്ങോട്ട് വിരുന്നിന് വരുന്നത്? അത് അവരിങ്ങോട്ട് വിരുന്നിന് വരും, അവർക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറയും. എടാ, നിനക്ക് നാണമില്ലേ? നിന്നെ തേച്ചിട്ട് പോയ ഒരു പെണ്ണിന് വേണ്ടി നീ വിരുന്നൊരുക്കാൻ? ഉടനെ സുധീഷ് പറയും, അതിന് സുനന്ദ അല്ലല്ലോ സുഭാഷ് ഏട്ടനെ തേച്ചത്, സുഭാഷ് ഏട്ടനല്ലേ അവളെ തേച്ചതെന്ന് പറയും. ആ പെണ്ണ് ഇന്നലെ മര്യാദയ്ക്ക് ഇവിടെ വന്നത്, ഇന്ന് അവളെയും കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ഇവിടെ നിൽക്കേണ്ടവനെ. ഉടനെ അവൾക്ക് വിരുന്നും ഇരിക്കാൻ പോയിരിക്കുന്നത്. നീ എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ വീട്ടു സർക്കാരം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയും. ഉടനെ സുഭാഷ് പറയും,
ഞാൻ അവരെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിരുന്ന് കുടിക്കുക തന്നെ ചെയ്യും. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ അച്ഛൻ ഇവിടെ നിൽക്കേണ്ട, എന്തായാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് പറയും. അങ്ങനെ സുഭാഷ് വളരെ ശക്തമായിട്ട് സുനന്ദയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇത് കാണുന്ന സുധീഷ് പറയും, ഇത്രയും ശക്തമായൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു സുനന്ദയുടെ കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ എന്നേ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിഞ്ഞ് പോയാലെന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഉടക്കുവാണ്. ഉടനെ ഭാസ്കരൻ പറയും, എന്തെങ്കിലും ആയിപ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഭാസ്കരൻ അങ്ങ് പുറത്ത് പോയിരിക്കും. ഭാസ്കരന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ സമയത്താണ് സുനന്ദയും അശ്വിനും കൂടി കിളിക്കൂട്ടിലോട്ട് വിരുന്നിന് വരുന്ന സമയത്ത് സുനന്ദയും അശ്വിനും കൂടി കിളിക്കൂട്ടിലോട്ട് വിരുന്ന് വരികയാണ്. അവർ കയറി വരുമ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും, വാ മക്കളെ കയറി വാന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കും. ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം വിളക്കിന് മുമ്പിൽ വെച്ച് അവരെ നല്ലോണം ദീർഘസുമംഗലി എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ഭാസ്കരൻ അനുഗ്രഹിക്കും. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി യാത്രയാവുകയാണ്. അവർ തിരിച്ച് അശ്വിൻ്റെ വീട്ടിലോട്ട് യാത്രയാവുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി സുനന്ദയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.